നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ വിഷുപുലരിയിൽ കണി കണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ. കേരളത്തിന്റെ തനത് കാർഷിക സംസ്കാരവുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് വിഷുവിനുള്ളത്. നാടാകെ ആഘോഷത്തിലാണ്. ക്ഷേത്രങ്ങളിൽ വിഷുദിനത്തിൽ പ്രത്യേക പൂജകളാണ് നടന്നത്. ഗുരുവായൂരും ആറന്മുളയിലും വൻ ഭക്തജനത്തിരക്കായിരുന്നു. കണ്ണനെ കണി കാണാൻ 12 മണിക്കൂർ മുൻപേ ഗുരുവായൂരിൽ വരി തുടങ്ങി. ഞായറാഴ്ച ഉച്ചയ്ക്ക് തന്നെ ആയിരങ്ങളാണ് കണി കാണാനായി എത്തിയത്. ഗുജറാത്ത് തീരത്തിനടുത്തെ രാജ്യാന്തര സമുദ്ര അതിർത്തിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. ഗുജറാത്ത് തീരം വഴി കടത്താൻ ശ്രമിച്ച 1800 കോടി രൂപ വിലമതിക്കുന്ന 300 കിലോഗ്രാം ലഹരി മരുന്നാണ് കോസ്റ്റ് ഗാർഡ് പിടിച്ചത്. ATSഉം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി റെയ്ഡ് നടത്തിയാണ് ലഹരി മരുന്ന് പിടിച്ചെടുത്തത്. കോസ്റ്റ് ഗാർഡ് കപ്പൽ കണ്ടതോടെ ലഹരി മരുന്ന് കടലിൽ ഉപേക്ഷിച്ച് കള്ളക്കടത്തുകാർ സമുദ്രാതിർത്തി കടന്ന് രക്ഷപ്പെട്ടു. പിടിച്ചെടുത്ത ലഹരി മരുന്ന് കൂടുതൽ അന്വേഷണത്തിനായി ATSന് കൈമാറിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയിൽ. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അഭിഭാഷകൻ MR രമേശ് ബാബുവാണ് മഞ്ജുഷയുടെ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. ഹർജി വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പരിഗണിച്ചേക്കും. ബോളിവുഡ് നടൻ സൽമാൻ ഖാനെതിരെ വീണ്ടും വധഭീഷണി. വർളിയിലുള്ള ഗതാഗത വകുപ്പിന്റെ ഓഫീസിലെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് വധഭീഷണി മെസ്സേജായി എത്തിയത്. വീട്ടിൽ കയറി നടനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ മെസ്സേജിൽ സൽമാൻ ഖാന്റെ കാർ ബോംബ് വെച്ച് തകർക്കുമെന്നും മെസ്സേജിൽ പറയുന്നുണ്ട്. വധഭീഷണി പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ഭീഷണിയുടെ ഉറവിടവും ആധികാരികതയും പറ്റി പോലീസ് അന്വേഷിച്ചു വരികയാണ്. ലോറൻസ് ബിഷ്ണോയി സംഘത്തിൽ നിന്നാണോ ഭീഷണി ലഭിച്ചതെന്ന കാര്യം വ്യക്തമല്ല. ഓൺലൈൻ തട്ടിപ്പിലൂടെ തൃശൂർ സ്വദേശിയുടെ 1.90 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പിടികൂടി. നൈജീരിയൻ പൗരനായ ഓസ്റ്റിൻ ഒഗ്ബെയാണ് പ്രതി. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് സംഘമാണ് പിടികൂടിയത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വിവിധ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു തട്ടിപ്പ്. ഒല്ലൂർ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് സിറ്റി ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുകയായിരുന്നു. 2023 മാർച്ച് 1-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് വോട്ട് ബാങ്ക് വൈറസ് പരത്തുകയാണെന്നാണ് മോദി ആരോപിച്ചത്. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ടെന്നും ഇതെല്ലാം പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടേണ്ടതായിരുന്നുവെന്നും മോദി. ഹിസാറിൽ നടന്ന അംബേദ്കർ ജയന്തി ആഘോഷത്തിലാണ് മോദിയുടെ വിവാദ പരാമർശം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി N പ്രശാന്ത് രംഗത്ത്. ഹിയറിംഗിന്റെ ലൈവ് സ്ട്രീമിംഗും വീഡിയോ റെക്കോർഡിംഗും ചീഫ് സെക്രട്ടറി ആദ്യം സമ്മതിക്കുകയും പിന്നീട് പിന്മാറുകയായിരുന്നു എന്നുമാണ് പ്രശാന്തിന്റെ ആരോപണം. ദില്ലിയിൽ ഓശാന ഞായറാഴ്ച ലത്തീൻ സഭ നടത്തിയ കുരിശിന്റെ വഴി ചടങ്ങ് റോഡിലൂടെ നടത്തുന്നതിന് പോലീസ് അനുമതി നിഷേധിച്ചു. ഇതോടെ ഗോൾഡാഖാന സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ കോമ്പൗണ്ടിനുള്ളിലാണ് ചടങ്ങ് നടത്തിയത്. എല്ലാ വർഷവും ഓശാന ദിവസം ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് 10 കിലോമീറ്ററോളം അകലെയുള്ള ഗോൾഡാഖാനയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് 2000-ഓളം പേർ പങ്കെടുക്കുന്ന കുരിശിന്റെ വഴി സംഘടിപ്പിക്കാറുണ്ട്. ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ കുരിശിന്റെ വഴി നടത്താനാണ് അനുമതി ചോദിച്ചത്. സുരക്ഷ, ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉന്നയിച്ചാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത്. H1B വിസയിൽ ഉൾപ്പെടെ US-ൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളുടെ കൈവശം കുടിയേറ്റ രേഖകൾ എപ്പോഴും ഉണ്ടാകണമെന്ന പുതിയ ചട്ടം പുറത്തിറക്കി അമേരിക്ക. US-ൽ എത്തിയതും രാജ്യത്ത് തങ്ങുന്നതും നിയമപരമായാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് എപ്പോഴും കൈവശം വെക്കേണ്ടത്. BR അംബേദ്കറെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ബാബാ സാഹിബ് ജീവിച്ചിരുന്നപ്പോൾ പിന്തുണയ്ക്കാത്തവരാണ് BJP എന്ന് ഖാർഗെ. അന്നും ഇന്നും BJP ബാബാ സാഹിബിന്റെ ശത്രുക്കളാണെന്നും ഖാർഗെ വാർത്താ സമ്മേളനത്തിൽ. വഖഫ് നിയമത്തെ എതിർക്കുന്നതിലൂടെ കോൺഗ്രസ് വോട്ട് ബാങ്ക് വൈറസ് പരത്തുകയാണെന്നും അംബേദ്കറെ അപമാനിക്കുകയാണെന്നുമായിരുന്നു മോദിയുടെ വിവാദമായ ആരോപണം. യുക്രൈൻ നഗരത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 31 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. മിസൈൽ ആക്രമണത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി. സംഭവത്തിൽ ലോകരാജ്യങ്ങൾ ശക്തമായി പ്രതികരിക്കണമെന്നും സെലൻസ്കി